പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് പാർവതി. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 18 ഇതെൻ്റെ 3ാമത്തെ പുതുക്കലാണ് ഉടമ്പടിയിൽ. ഈ ഒരു വർഷക്കാലത്ത് ഉടമ്പടി ജീവിതം കൊണ്ട് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാനതിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുറേ പേരുടെ ആവശ്യങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ വെച്ച എൻ്റെ ബന്ധുവിൻ്റെ ജപ്തി നടപടി അത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതേപടി തന്നെ മെയ് മാസത്തിൽ അവർ ജപ്തിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അത് ജപ്തി നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപടി തന്നെ ആ മെയ് മാസത്തിനുള്ളിൽ ജപ്തി ഒന്നും നടക്കാതെ അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. അതേപടി രോഗസൗഖ്യം എനിക്ക് കിട്ടിയത്, എനിക്ക് ബാർത്തോലിൻ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ മാസവും. അത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ വരുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അതുമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുത്ത് ഓയിൽമെൻറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പം ബേസിക്കലി എനിക്ക് ഉടമ്പടി എടുത്ത അന്നോട്ട് എനിക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടില്ലായിരുന്നു. പ്രധാനമായിട്ട് എനിക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഉടമ്പടി എടുത്ത കാലം തൊട്ട് ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ അറിയും, അവർക്ക് വേണ്ടിയേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയം എനിക്ക് വേദനയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കൊണ്ട് ഒരു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പോയി, ഇതൊന്നും മാറ്റിത്തരണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം രോഗസൗഖ്യത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഇൻറ്റിമേറ്റ് ഏരിയയിൽ സിസ്റ്റ് ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, ഞാനിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പിറ്റേന്ന് അത് വളരെ വലിയൊരു സിസ്റ്റായിരുന്നു. പിറ്റേന്ന് അത് അവിടെ ഉണ്ടോയെന്ന് തോന്നുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ ആ സിസ്റ്റ് അത് മാറി. ശരിക്കും പറഞ്ഞാൽ രോഗസൗഖ്യത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എനിക്കത് സംഭവിച്ചിട്ടില്ലാത്തത് തൊണ്ടാവും. പക്ഷെ അന്ന് മുതൽ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും എനിക്ക് വിശ്വാസമാണ്. കാരണം ഞാൻ പിന്നീട് ആ സിസ്റ്റ് പോകുന്ന അവസാനം ഞാൻ ടാബ്ലറ്റ് എല്ലാം യൂസ് ചെയ്ത് മടുത്ത് ഞാൻ യൂസ് ചെയ്തത് ഉടമ്പടി ഉപ്പും തൈലവും തേനും മാത്രമാണ്. ഞാൻ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഉപയോഗിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ ഈശ്വരനും മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ബേസിക്കലി ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ പുറത്തോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ത്രൂ ഏജൻസി പോകാനായിട്ടുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം ഒരു ഡയറക്റ്റ് വിസ ഇങ്ങനെ കെയറർ വിസ ഡയറക്റ്റ് കിട്ടുന്നു എന്നിങ്ങനെ അറിഞ്ഞപ്പം എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. കൃപാസനത്തിൽ വന്നിരുന്ന് കേട്ടത് വെച്ച് മാത്രം ഞാൻ ഒരു നിയോഗം എഴുതുകയാണ് മേളിയിരുന്ന്. എനിക്ക് മാതാവേ, എനിക്കത് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റിൽ കിട്ടണം, എനിക്ക് പൈസ കൊടുത്ത് പോകാനുള്ള അത്രയും എമൗണ്ട് കൊടുത്തു പോകാനുള്ള സാമ്പത്തികം ഇല്ല, എനിക്കത് ഡയറക്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ഉടമ്പടി നിബന്ധനകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി നമ്മൾ മനുഷ്യരാണല്ലോ, അതിൻ്റേതായ ബലഹീനതകളൊക്കെ നമുക്കുണ്ടാവും. അപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഡയറക്റ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞതിലും എന്നെ കുറച്ച് ഏജൻസീസ് അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവർ ജോബ് അഷ്യൂർ ചെയ്തു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉടമ്പടി ചെറുതായിട്ടൊന്ന് മറന്നു എന്ന് പറയാം. അപ്പം ഞാൻ ആ ഏജൻസിക്കാർ ജോബ് ഉറപ്പ് പറഞ്ഞു. അപ്പം ഇതായിരിക്കും ചിലപ്പോൾ മാതാവ് പറഞ്ഞതെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഞാൻ ഏജൻസിക്കാരോട് ഓക്കെ പറഞ്ഞു. ഇല്ലാത്ത പൈസ 15 ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന് ഓക്കെ പറഞ്ഞു. പക്ഷേ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട ഒരു കാര്യം എൻ്റെ നടക്കുന്നില്ല. ഒന്നും ലോണാകട്ടെ അതിന് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞവരാകട്ടെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. പേഴ്സണലി ആകട്ടെ ഒരുപാട് വിഷമങ്ങളുണ്ടായി. ഒരിക്കൽ കരഞ്ഞിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ എൻ്റെ ഉടമ്പടി ഓർക്കുന്നത്. ഞാൻ ഓർത്തു, ഞാൻ ഡയറക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ എന്തിനാണ് ഈ ഏജൻസി അപ്രോച്ച് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ആ സെക്കൻഡിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഏജൻസിയോട്, എനിക്ക് താല്പര്യമില്ല, അത് വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് നിനക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു.
ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കോള് വരികയാണ്, ഒരു കെയർ ഹോമിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് റെഡി ആണോ എന്ന് ചോദിച്ചുകൊണ്ട്, വിതൗട്ട് എനി ഏജൻസി അവരെന്നോട് പറഞ്ഞു റെഡി ആണോ എന്ന് ചോദിച്ചു. ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നടന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരു ഡോക്യുമെൻറ്റ്സിന് പോലും എനിക്കൊന്നും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. ഒന്നും അറിയാത്ത എനിക്ക് ആരോ ചെയ്തു തരികയാണ് എല്ലാം. PCC മെഡിക്കൽ, അതിന് IELTS ആണെങ്കിലും എല്ലാം. ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് സെപ്റ്റംബർ 22 UK വിസ തരണം. കാരണം ഒക്ടോബറിൽ എൻ്റെ എല്ലാം PCC മെഡിക്കലൊക്കെ എക്സ്പയർ ആവുകയാണ്. അതിന് മുമ്പ് എനിക്ക് വിസ തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ 22 മാതാവ് എനിക്ക് UK വിസ എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം പിന്നെ ഒരു 2 മാസം എനിക്കൊരു നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു ടിക്കറ്റിന്. എനിക്ക് അക്കോമഡേഷൻ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല, ഒരു ഡിലേ ആണ്, അതുകൊണ്ട് ടിക്കറ്റ് ഡിലേ ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പോകുമെന്നുള്ള പ്രതീക്ഷ നിന്നിട്ട് ഒരു ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു വർഷം മുമ്പുള്ള എൻ്റെ പ്രകൃതം വെച്ചിട്ട് ഞാൻ ആ വെയിറ്റ് ചെയ്യേണ്ട സമയം ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആളാണ്. പക്ഷെ ടെൻഷൻ ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളെന്ന് വെച്ചാൽ മാതാവ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന സാക്ഷിയാണ്. അപ്പോൾ അവർക്ക് എല്ലാ സാക്ഷിയും കഴിയുമ്പോൾ മാതാവ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ആ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നെ അത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ബെസ്റ്റ് മാതാവ് തരും എന്ന് വിശ്വസിച്ച് എനിക്ക് ടെൻഷനില്ലായിരുന്നു. ആ 2 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ തോന്നി. എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണോ ഇനി മാതാവ് എന്നോട് പറയുന്നതെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കൽ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറയാണ്. ആ ചേച്ചി പറഞ്ഞതിലൊരു സെൻറ്റൻസ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 15 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒരൊറ്റ സെൻറ്റൻസേ ഞാൻ ഓർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ് എന്താ പറയണേ, 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണോ അതോ എന്താ പറയണതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, ജോസഫ് അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു, ഒരു സ്ഥിരത, അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത ഇല്ലാത്ത ആളായിരുന്നു. കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കും. ഒരു 15 ദിവസം കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ചിലപ്പോൾ അതായിരിക്കും മാതാവ് പറയുന്നതെന്ന് വിചാരിച്ചു. ഞാൻ കലണ്ടറിൽ ഡേറ്റ് ഇട്ടു 15 ദിവസം. അന്ന് തൊട്ട് ഞാൻ ജപമാല എല്ലാം മുടങ്ങാതെ 15 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ആ 15ാമത്തെ ദിവസം എൻ്റെ അക്കോമഡേഷൻ ശരിയായി. എനിക്ക് വെൽക്കം ലെറ്റർ വന്നു. അത് മാതാവ് തന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി ആരും ഇല്ല അവിടെ, ഒന്നും പറയാനും എനിക്കറിയില്ല. എവിടെ ഒന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി കിട്ടിയ ആ ഒരു പ്ലേസ് സ്കോട്ട്ലാൻഡ് അത്രമാത്രം. കെയർ ഹോം ഞാനൊന്ന് വെബിൽ അടിച്ചു നോക്കി, അത് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത്. ബാക്കി എനിക്ക് വേണ്ടി അവിടെ ആരും ഒന്നും ചെയ്യാനില്ല. ഞാൻ വിശ്വസിക്കുന്നു മാതാവ് തന്നെയാണ് എനിക്കത് ശരിയാക്കി തന്നത്. പിന്നെ ഉടമ്പടി നിബന്ധനകൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മുടെ വർക്ക് ചെയ്ത് അങ്ങ് വിടുക എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഒരാളുടെ മുഖത്ത് നോക്കി അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാണാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ജോബ് വേഗം തീർത്ത് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു വചനം, അതായത് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ആര് തന്നെ ആയാലും മനുഷ്യനല്ല ദൈവത്തെ പോലെ കണ്ട് ശുശ്രൂഷ ചെയ്യണമെന്നുള്ള വചനം ഞാൻ മനസ്സിൽ പഠിക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും എൻ്റെ മുമ്പിൽ വരുന്നത് യേശു ആണെന്ന് കണ്ട് ഞാൻ പരിശീലിക്കാൻ തുടങ്ങി. പത്രം ഞാൻ കൊടുക്കുമായിരുന്നു, ബൈബിള് വായിക്കും. ഞാൻ ഹിന്ദു ആണ്, എൻ്റെ കയ്യിൽ പക്ഷേ ബൈബിളുണ്ട്. ആദ്യമൊക്കെ വായിക്കാൻ ഇഷ്ടം മടിയുണ്ടായിരുന്നു. പിന്നെ അരമണിക്കൂർ മാറി, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി. അതിനോടൊരു തീഷ്ണത വന്നു തുടങ്ങി. പിന്നെ ഉപവാസം എടുക്കുമായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുമായിരുന്നു. ഒരു ദിവസം കംപ്ലീറ്റ് എന്നെക്കൊണ്ട്, എനിക്കറിയില്ല അതെങ്ങനെ ഉപവസിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നേരം ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാമായിരുന്നു. ഇപ്പം വഴി കൂടെയൊക്കെ പോകുമ്പം ഇപ്പോൾ വയ്യാത്തവരാണെങ്കിലും ഭിക്ഷക്കാരാണെങ്കിലും പണ്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ ഒരാളെ കണ്ടാൽ വണ്ടി നിർത്തി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് പോകും എന്നുള്ളൊരു മാനസിക സ്ഥിതിയിൽ എത്താൻ സാധിച്ചു. പിന്നെ
എൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തന്ന് തൊട്ട് മാതാവ് ഓരോരുത്തരെയും കൊണ്ടുവരും. അവരുടെയൊക്കെ വിഷമങ്ങൾ കേൾക്കുമ്പം ഞാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ മുമ്പിൽ വന്ന് വിഷമിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെ ഉടമ്പടി നമ്മളിവിടെ പറഞ്ഞാൽ മാത്രം മതി, ബാക്കി മാതാവ് നോക്കിക്കോളും. നമ്മുടെ ഉടമ്പടി ഓർത്ത് നമ്മൾ വിഷമിക്കുകയേ വേണ്ട. നമ്മൾ മറന്നാലും അത് മാതാവ് ഓർക്കുന്നുണ്ടാവും. പകരം നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുതരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കണ്ണടയ്ക്കരുത്. നമ്മൾ ഇപ്പോഴത്തെ ഈ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് പലതും മടി തോന്നും എന്താ ചെയ്യാനായിട്ട്. പക്ഷേ അത് നമുക്ക് ദൈവം മുമ്പിൽ തരുന്നതാണ്. നമ്മളത് മാതാവിനെ മനസ്സിൽ വിചാരിച്ച് അത് ചെയ്യുക. നമ്മുടെ നിയോഗങ്ങൾ ഓർത്തൊന്നും വിഷമിക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ മറന്നുപോയാലും ദൈവം അത് മറക്കില്ല എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായതാണ്. അങ്ങനെ എനിക്ക് ടിക്കറ്റ് വന്നു. ഈ 24 ഞാൻ പോവുകയാണ് UK. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.